അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ വിധി എന്താണ്? അതിൻ്റെ നിയമസാധ്യതയെ സംബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ പണ്ഡിതന്മാരിൽ ചിലരുടെ പ്രസ്താവനകൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താം. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറയുന്നു, മൗലിദിനെ പ്രകീർത്തിക്കുകയും അത് ഒരു സീസണായി എടുക്കുകയും ചെയ്യുന്നത് ചിലർ ചെയ്തേക്കാം. അവൻ്റെ സതുദ്ദേശവും ആരാധനയും കാരണം അദ്ദേഹത്തിന് അതിന് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ ഷേഖ് ഇമാം അബൂ ഷാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമ്മുടെ കാലത്ത് കണ്ടുപിടിച്ച ഏറ്റവും മികച്ച കാര്യങ്ങളിൽ ഒന്ന് എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ദിവസം ചെയ്യുന്ന കർമ്മങ്ങളാണ്. അന്നേ ദിവസം ചെയ്യുന്ന ദാനധർമ്മങ്ങളും അലങ്കാരത്തെയും സന്തോഷത്തെയും പ്രകടമാക്കുന്ന മറ്റ് കാര്യങ്ങളും നബിയോടുള്ള മഹബത്തിനെ അറിയിക്കുന്നതും അവൻ്റെ ഹൃദയത്തിലുള്ള ബഹുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകർക്ക് കാരുണ്യവാനായി നിയോഗിച്ചതിൻ്റെ മേലുള്ള അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനവുമാണ്. അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യസൂമു യൗമൽ ഇസ്നൈനി വകാന യഖൂലു ഹാദാ യൗമു ഉലിത്തു ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നോമ്പനുഷ്ഠിക്കുകയും ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എങ്കിൽ അവിടുത്തെ ജന്മദിനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നാം വിലയിരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടാണ് അങ്ങയെ നാം അയച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, സകല വസ്തുക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും കാരുണ്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പാടിയത്, യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായവരെ, വ്യാപകമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അങ്ങയല്ലാതെ എനിക്ക് മറ്റാരും അഭയമില്ല. ഖിയാമത്ത് നാളിൽ സമുദായം വിചാരണയ്ക്ക് വേണ്ടി ശുപാർശ തേടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം ഇവരൊക്കെ സമീപിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് കൈയൊഴിയുമ്പോൾ കാരുണ്യത്തിൻ്റെ കേദാരമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൈയൊഴിയാതെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ തേടി വിചാരണ തുടങ്ങുന്ന ഒരവസരം വരാനിരിക്കുന്നു എങ്കിൽ ദുനിയാവിൽ നമുക്ക് ആ പ്രവാചകൻ്റെ മഹബത്ത് പ്രകടമാക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് മുദഫർ രാജാവായിരുന്നു. ഈ മഹബത്തിനെ പ്രകടിപ്പിക്കൽ ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. അതിന് അടിസ്ഥാനം പറയപ്പെടുന്നത് അവിടുത്തെ വചനം തന്നെയാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വ വാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സത്വിശ്വാസിയാകുകയില്ല എത്രത്തോളം അവൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ അവൻ ഇഷ്ടം വെക്കുന്നത് വരെ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ശ്രേഷ്ഠരായ പ്രവാചകൻ്റെ മദ്ഹ് ഗീതങ്ങളെ ആലപിക്കപ്പെടുന്ന ഏതൊരു പള്ളികളും വീടുകളും സ്ഥലങ്ങളും മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് വലയം ചെയ്യപ്പെടുന്നതാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ കരുണയും സംതൃപ്തിയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ലോകർക്ക് സന്മാർഗദർശിയും മഹത്തായ അനുഗ്രഹവുമായി പ്രത്യക്ഷപ്പെട്ട ഈ പ്രവാചകൻ്റെ ജന്മദിനത്തിന് സർവശക്തനോടുള്ള നന്ദിയും കടമയും കടപ്പാടുകളും നമുക്ക് നിറവേറ്റാൻ
റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.